നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് കൗൺസിൽ ഹാളിൽ പ്രതിഷേധം. സ്വത്തുതർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ സഹോദരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. കൈവമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് 22-ൽ UDF കൺവെൻഷൻ നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ മുന്നോടിയായി ദിവാൻചി മൂലയിലെ വാട്ടർ ടാങ്കിനടുത്ത് മണ്ണ് പരിശോധന നടത്തി. നിർമ്മാണത്തിന് ആവശ്യമായ ഭൂഗർഭ നിർണയങ്ങളും സ്ഥിരതാ പഠനങ്ങളും ഉൾപ്പെടുത്തി നടക്കുന്ന പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിന് ആവശ്യമായ കോൺക്രീറ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും വഞ്ചിക്കുളത്തിന് സമീപത്തുള്ള ഗുഡ് ഷെഡിലാണ് എത്തിച്ചിരിക്കുന്നത്. 344.89 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ കരാർ വെങ്കിടാചലപതി എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് കൗൺസിൽ ഹാളിൽ പ്രതിഷേധം. UDF കൗൺസിലർമാരാണ് മേയറുടെ കസാര പൊക്കിപ്പിടിച്ചും കുത്തിയിരുന്നും പ്രതിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് കൗൺസിൽ യോഗം വിളിച്ചതിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്വത്തുതർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ സഹോദരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. മണലൂർ സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ 55 വയസ്സുള്ള ഷാജൽ മണലൂരുള്ള വീടിന്റെ കാർപോർച്ചിലേക്ക് അതിക്രമിച്ചു കയറി ഇയാളുടെ അനുജനായ പ്രതി സ്വത്ത് ഭാഗിച്ചു കിട്ടാത്തതിലുള്ള വൈരാഗ്യത്താൽ അസഭ്യം പറഞ്ഞ് തടഞ്ഞു നിർത്തി നിന്നെ ഞാൻ ഇന്ന് തീർക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് കുണ്ടുക്കാട് സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ 25 വയസ്സുള്ള ജയപ്രകാശ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ജയപ്രകാശ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും വരന്തരപ്പള്ളി, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി പണം പന്തയം വെച്ച് ചീട്ട് കളിച്ച കേസുകളിലും അടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേഴ്സൺ വി മാർക്കോസ്, സബ് ഇൻസ്പെക്ടർ അഫ്സൽ എം, DSI സെബിൻ കുരുവിള, CPOമാരായ കിരൺ, അനൂപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൈവമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് 22-ൽ UDF കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി CA ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, അഡ്വക്കേറ്റ് PH മഹേഷ് എന്നിവർ മുഖ്യാതിഥികളായി. 22-ാം വാർഡ് സ്ഥാനാർത്ഥി ഷാഹിർ പഴുമ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സലീം പുറക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ, PK നജൂമുദ്ദീൻ, അനസ് അബൂബക്കർ, CG ജോഷി, KK ശേഖരൻ, TK ഉബൈദ്, KD രാജു, PM മജീദ്, KB ഫൈസൽ, ഷിഹാബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഷാഹിർക്ക ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി വോട്ടുകൾ ചോദിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ പൊതു രംഗത്തേക്ക് വന്നുകൊണ്ട് ഒരു പൊതുയോഗത്തിൽ വന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി നിങ്ങളോട് വോട്ടുകൾ ചോദിക്കുന്നത്. കെട്ടിട നികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റിന് വോട്ട് ചെയ്യണമോ എന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർ തീരുമാനിക്കണം. 50% ഭൂനികുതി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യണമോ എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. വെയിലത്ത് ഇറങ്ങി തളർന്ന് വീട്ടിലേക്കൊന്ന് ചെന്ന് ഒരു ഫാൻ ഒന്ന് ഇടാൻ നേരത്ത് പിണറായി വിജയന് സ്തുതി പാടിക്കൊണ്ടാണ് ഈ നാട്ടിലെ അമ്മമാർ ഫാൻ ഇടുന്നത്. പിണറായി വിജയന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മീറ്ററിലേക്ക് നോക്കിയിട്ട് ഫാൻ ഇടുന്നത്. ആ പിണറായി വിജയന് വോട്ട് ചെയ്യണമോ, അതിന്റെ കക്ഷിയായിട്ടുള്ള CPMന് വോട്ട് ചെയ്യണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം. വെള്ളത്തിന്റെ വില കൂട്ടിയ ഗവൺമെന്റ്, വൈദ്യുതിയുടെ വില കൂട്ടിയ ഗവൺമെന്റ്, കെട്ടിട നികുതി കൂട്ടിയ ഗവൺമെന്റ്, പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ ഫീസുകൾക്ക് ഭീമാകാരമായ നികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ്, 50% ഭൂനികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ്, പഞ്ചായത്തിലെ എല്ലാ ഭാരങ്ങളും സാധാരണക്കാരുള്ള ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും
ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായി ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ R. രാഖി ഉദ്ഘാടനം ചെയ്തു. NSS യൂണിറ്റ് കോർഡിനേറ്റർ KN ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS അനീഷ്, AS റബിത, KS ആനന്ദ്, GPHന്മാരായ ജിൻസി, V. ബിന്ദു, MLSPമാരായ ശ്രീദേവി S. മേനോൻ, ഹാഷിയ ദീപ, അധ്യാപകരായ KS സെബി, റഷീദ് എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്ര സ്റ്റാഫ് അംഗങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ്, NSS യൂണിറ്റ് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടവേരുമില്ലാത്ത UAE ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. 61 വയസ്സുകാരിയായ ജൂലിയറ്റ് ഇഗ്നേഷ്യസ് ആണ് ഇക്കഴിഞ്ഞ നവംബർ 26-ന് ആൽഫയിലെ ആഷിസ് കെയർ സെന്ററിൽ അന്തേവാസിനിയായി എത്തിയത്. മാതാപിതാക്കളും 3 സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. 20 വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടുനിന്നില്ല. ഭർത്താവുമായി പിണങ്ങി മക്കളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് UAE-ലെത്തി. 40 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതവും ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഉരുൾ പടർത്താനെത്തി. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയപ്പോൾ ബോധരഹിതയായി നിലത്ത് വീണ് ജൂലിയറ്റിനെ ഉടൻ തന്നെ അവിടെയുള്ളവർ ദുബായിലെ അൽ റാഷിദ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ശരീരം തളരുകയും പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത ജൂലിയറ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നും തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല. 1 വർഷം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ എത്തിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായി തടസ്സങ്ങളുള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിച്ചു. ഇന്ത്യൻ എംബസി അധികൃതർ വെൽഫെയർ ചെയർമാൻ KM നൂറുദ്ദീനെ ബന്ധപ്പെട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നന്വേഷിക്കുകയായിരുന്നു. സമാനമായ അവസ്ഥയിൽ നേരത്തെ ആൽഫയിൽ 2 പേർക്ക് പാലിയേറ്റീവ് പരിചരണം നൽകിയിരുന്നു. ചെയർമാൻ സമ്മതം മൂളിയതോടെ നവംബർ 26-ന് ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റ് നെടുമ്പാശ്ശേരിയിൽ എത്തുകയും ആൽഫയിൽ പുതിയ അന്തേവാസിയായി മാറുകയുമായിരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെ സിസ്റ്റേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാനിപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെ അറിയിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ആൾ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അറിയിച്ചാൽ തന്നെ അവരുടെ അതിപ്പോൾ ആലോചിക്കണം. അവരോട് ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് അവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ആൾക്ക് വലിയ ആശങ്കയാണ്. അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അവിടെ നിന്ന് ഉണ്ടാവണമെങ്കിൽ അത് ഒരുപക്ഷെ ആൾക്കൊരു കുറേ കൂടി പെയിൻഫുൾ ആണെന്നുള്ളൊരു ഇതാണ് ആൾ ഷെയർ ചെയ്യുന്നത്. ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജൂലിയറ്റിന് ആൽഫയിലെ വിശ്രമ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരു വിങ്ങലായുണ്ട്. ആശുപത്രി വാസത്തിനിടയിൽ അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി. പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കൾ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണിപ്പോഴും. പഴുവിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചു. പഴുവിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ കപ്പേളയിൽ തിരുനാളിന് 100 കണക്കിന് പേർ പങ്കെടുത്തു. തിരുകർമ്മങ്ങൾക്ക് പഴുവിൽ ഫെറോന വികാരി റഫറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലതീജ്, നോവേന, തിരുനാൾ സന്ദേശം, നേർച്ച പായസ വിതരണം, വർണ്ണമഴ എന്നിവ ഉണ്ടായിരുന്നു. പഴുവിൽ ഫെറോന വികാരി റഫറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സെന്റ് ജോൺ കുടുംബ കൂട്ടായ്മ, സെന്റ് ഡോൺ ബോസ്കോ കുടുംബ കൂട്ടായ്മ തുടങ്ങിയ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രതിദാനം ചെയ്തുകൊണ്ടാണ് അപ്രകാരം 4 തിരികൾ കത്തിക്കുന്നത്. പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള 4 ആഴ്ചകളായിട്ടാണ് കണക്കാക്കപ്പെടുക. ഈ 4 ആഴ്ചകൾക്കും ഓരോ പേരുണ്ട്. ആദ്യത്തെ ഞായറാഴ്ചയുടെ പേരാണ്
കൊണ്ടോഴിയിൽ വീടിന് തീപിടിച്ചു. കാക്കരാത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അമ്മിണിയുടെ വീടിനാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത്. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. നാട്ടുകാരുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അമ്മയും മകനും കുട്ടികളും വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. പടിയം എത്തിരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും വിവരണ പത്രികയുടെയും പ്രകാശനം നടത്തി. പടിയം എത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും വിവരണ പത്രികയും പ്രകാശനം ദേവസ്വം ഓഫീസർ KN ബാബുരാജ്, മുഖ്യ രക്ഷാധികാരി രാംകുമാർ കട്ടാനിൽ നൽകി നിർവഹിച്ചു. രക്ഷാധികാരി ബാലകൃഷ്ണൻ പുറക്കോട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രവി കാവുങ്ങൽ, ശ്രീലേഖ ജയകുമാർ, യശോദ രവീന്ദ്രൻ, ജയദേവൻ പിഷാരടി, ക്ഷേത്രസമിതി സെക്രട്ടറി VK രാമചന്ദ്രൻ, കമ്മിറ്റി മെമ്പർ ജ്യോതിലക്ഷ്മി വസന്തൻ എന്നിവർ പങ്കെടുത്തു. ജനുവരി 17 മുതൽ 24 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ 22ാമത് ഊട്ടുതിരുനാളിന് കൊടികയറി. ഇടവക വികാരി ഫാദർ സിജോ കാട്ടൂക്കാരൻ കൊടിയേറ്റി. തിരുനാൾ ഒരുക്കത്തിന്റെ ഭാഗമായി ജെറുസലം ധ്യാന കേന്ദ്രം ഡേവിസ് പട്ടത്തച്ഛന്റെ നേതൃത്വത്തിൽ വാർഷിക ധ്യാനം നടത്തി. തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് 6:30 ലദീൻ, നവനാൾ കുർബാനകൾ എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 7 തിരുനാൾ ദിവസം രാവിലെ 10 മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും സന്ദേശവും തുടർന്ന് നേർച്ച ഊട്ടും ആരംഭിക്കും. വൈകിട്ട് 7 ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴയുടെ തിരുമുറ്റ ബാൻഡ് വാദ്യവും തിരുനാൾ ജനറൽ കൺവീനർ ലിക്സൺ കൈമടം, പബ്ലിസിറ്റി കൺവീനർ നിക്സൺ നീലങ്കാവിൽ, ട്രസ്റ്റുമാരായ ജസ്റ്റിൻ തട്ടിൽ, മേജോ തട്ടിൽ, സണ്ണി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. ചാലക്കുടി പുഴയിൽ 2 ഇടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. കാടുകുറ്റി ആറങ്ങാടി കടവിലും വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്തുമായിരുന്നു അപകടം. ആറങ്ങാടി കടവിൽ അങ്കമാലി എളവൂർ സ്വദേശി കൊടുമ്പുള്ളി വീട്ടിൽ 30 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് യുവാവ് മരിച്ചത്. കുടുംബ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണൻ. ഒപ്പമുള്ളവർ പുഴയുടെ മറുകരയിലേക്ക് നീന്തിപ്പോയപ്പോൾ കൃഷ്ണനും 2 കുട്ടികളും മണൽത്തിട്ടയിൽ കാത്തുനിന്നു. ഇതിനിടെ ഒരു കുട്ടി പുഴയിലേക്ക് നീന്തിപ്പോയത് അറിഞ്ഞില്ല. ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോയ കുട്ടിയെ ഇയാൾ രക്ഷിക്കുന്നതിനിടയിൽ അവശനായി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. സംഭവം കണ്ടുനിന്നവർ നീന്തിയെത്തി 2 പേരെയും കരക്കെത്തിച്ചുവെങ്കിലും കൃഷ്ണൻ അവശനിലയിലായിരുന്നു. ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് സുഹൃത്തിനോടൊപ്പം വിനോദയാത്രക്കെത്തിയ ഫോർട്ട് കൊച്ചി സ്വദേശി 56 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. സുഹൃത്ത് സോണിയും ചേർന്ന് കുളിക്കുന്നതിനിടെ ആഴമുള്ള ഭാഗത്ത് സുധീർ മുങ്ങിത്താഴ്ന്നു. 2 വട്ടം സോണി രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് ഒച്ചവെച്ച് ആളുകളെ കൂട്ടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അരമണിക്കൂറിന് ശേഷം സുധീറിനെ വെള്ളത്തിൽ നിന്ന് കയറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വെള്ളാങ്കല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവാഹത്തിൽ പങ്കെടുക്കാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന വെള്ളാങ്കല്ലൂർ വളപ്പകത്ത് വീട്ടിൽ വിനുവും ഭാര്യ നവതിയും സഞ്ചരിക്കുന്ന കാറാണ് കത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു സംഭവം. കാറിന്റെ മുൻവശത്തു നിന്നും പുക വരുന്നത് കണ്ട് ഇവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി. തുടർന്ന് കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ദേശീയപാത നെല്ലായിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. നെല്ലായിൽ പന്തല്ലൂർ സ്വദേശി പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ദേശീയപാത നെല്ലായിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിലെ അടുക്കള മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നതായി പരാതി. പൂവത്തുംകടവിൽ കേട്ടൗൺ ഹോട്ടലിന് കീഴിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഹോട്ടലിലെ ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യം ഇവിടെയാണ് തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ടിൽ മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലാണ്. ദുർഗന്ധം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാലിന്യം തള്ളൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരപരിപാടിയുമായി മുന്നോട്ട് വരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ കോഴിത്തോട്ടത്തിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചിറ്റാട്ടുകര റോഡിൽ കോഴിത്തോട് ആരംഭിക്കുന്ന ജനവാസ മേഖലയിലാണ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. മാലിന്യം തോട്ടിൽ മുഴുവൻ വ്യാപിച്ച നിലയിലാണ്. ഒട്ടേറെ വീടുകളിലെ കിണറുകളിലേക്ക് തോട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഉറവ എത്തുന്നുണ്ട്. മുല്ലശ്ശേരി കനാലിലാണ് എളവള്ളി പഞ്ചായത്തിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജലനിധി പദ്ധതിയുടെ കിണറുള്ളത്. ഇത്രയേറെ പ്രാധാന്യമുള്ള തോടാണ് ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യമാക്കിയത്. ഉത്തരവാദികളായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും തോട് മാലിന്യമുക്തമാക്കാനും അടിയന്തര നടപടി എടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
പാലപ്പള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത്. മുപ്പിളി സ്വദേശി കരിമനക്കൽ അരവിയുടെ പശുവിനെയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. മുപ്പിളി എസ്റ്റേറ്റിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിനു സമീപത്താണ് പുലി ഇറങ്ങിയത്. പശുവിന്റെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കുണ്ടായി, ചൊക്കട എന്നീ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ മാസം പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർക്കണമെന്നും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. ദശമി ദിവസമായ ഞായറാഴ്ച തുടങ്ങിയ ഭക്തജനപ്രവാഹം ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വരെ തുടരും. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 ദിവസമായി നടന്നുവരുന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ പരിസമാപ്തിയാകും. രാവിലെ നടന്ന കാഴ്ചശീവേലി കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പായിരുന്നു. പല്ലശന മുരളീധരന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവും ഉണ്ടായിരുന്നു. രാത്രി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പ് ഉണ്ടാകും. ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ ദേവജ്ഞർക്ക് ദക്ഷിണം നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാകുക. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. എക്സ്റേ യൂണിറ്റിലെ AC കംപ്രസറിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടക്കുന്ന സമയത്ത് റൂമിലുണ്ടായിരുന്ന എക്സ്റേ അസിസ്റ്റന്റ് സുൽഫത്ത് സ്റ്റെബിലൈസറിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടതോടെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന മുല്ലശ്ശേരി താണ ഗുരുതി അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്തരം വെപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് ശ്രീകോവിലിന്റെ ഖണ്ഡോത്തര സ്ഥാപന കർമ്മം നടന്നത്. ശിവഗിരി മഠം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിശിഷ്ട്യ അതിഥിയായിരുന്നു. മേൽശാന്തി ചാരുദത്തൻ, പ്രദീപ്, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് കൗൺസിൽ ഹാളിൽ പ്രതിഷേധം. സ്വത്തുതർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ സഹോദരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. കൈവമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് 22-ൽ UDF കൺവെൻഷൻ നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.